കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ എ സോൺ കലോത്സവത്തിന് പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ തുടക്കമായി. സാഹിത്യോത്സവത്തോടെ തുടങ്ങിയ എ സോൺ കലോത്സവത്തിന്റെ ഉദ്ഘാടനം കവി മോഹനകൃഷ്ണൻ കാലടി നിർവഹിച്ചു. 4 ദിവസങ്ങളിലായി നടക്കുന്ന എ സോൺ ജൂലൈ 3-ന് സമാപിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസോൺ കലോത്സവം എവല്യൂഷന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സാഹിത്യോത്സവത്തോടെ തുടക്കമായി. ജൂൺ 30-ന് ആരംഭിച്ച് ജൂലൈ 3 വരെയാണ് കലോത്സവം നടക്കുക. 4 വേദികളിലായി 2500-ലധികം കലാപ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും. ഇത്തവണ കല, ചരിത്രം, സ്വാതന്ത്ര്യം, സംവാദം എന്നീ വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. കവി മോഹനകൃഷ്ണൻ കാലടി കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സമയത്തിനോട് മത്സരിച്ചും മറ്റൊരാൾ നിർദ്ദേശിച്ച വിഷയം വെച്ചും കഥയും കവിതയും എഴുതാൻ പറ്റുമോ എന്ന ഒരു ചോദ്യം എല്ലാ കാലവും ഉയർന്നു വരുന്നതാണ്. വേറൊരാൾ പറഞ്ഞ വിഷയം, എന്നോട് ആരാണ് കവിത എഴുതാൻ, ഇന്ന വിഷയത്തിൽ കവിത എഴുതാൻ പറയാൻ നീയാരും എന്നാണ് ഓരോ എഴുത്തുകാരൻ്റെയും ഓരോ കലാകാരൻ്റെയും ഒരു ഐഡൻറ്റിറ്റി തന്നെ. എന്നോട് ഇന്ന പോലെ എഴുതണം എന്ന് പറയാൻ നീയാരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നോട് ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം എന്ന് പറയാൻ നീയാരും. പക്ഷെ അത് ഇതിൻ്റെ ഈ ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. അത് അങ്ങനെയാണെങ്കിൽ നമുക്കിത് കൊണ്ടു നടക്കാൻ കഴിയും. കലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചിത്രോത്സവം ചിത്രകാരി ശ്രീജ പള്ളം ഉദ്ഘാടനം ചെയ്തു. സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് ആദ്യ ദിനം നടക്കുന്നത്. 700-ലധികം വിദ്യാർത്ഥികൾ സ്റ്റേജ് ഇതര മത്സരങ്ങളിൽ പങ്കെടുക്കും. ജൂലൈ 1 മുതൽ സ്റ്റേജ് മത്സരങ്ങളും മറ്റും കോളേജിൽ ആരംഭിക്കും. ന്യൂസ് 18 പട്ടാമ്പി. 13-കാരനെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴ ശിക്ഷയും. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക സ്പെഷ്യൽ കോടതിയാണ് മാർനല്ലൂർ സ്വദേശി ബിനുവിനെ ശിക്ഷിച്ചത്. 2021 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ വീട്ടിൽ പാൽ വിതരണം ചെയ്തിരുന്നയാളാണ് പ്രതി. ഇയാൾ നിരന്തരം കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൊല്ലം പുനലൂരിൽ വീട് നിർമ്മാണത്തിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. ഉറുകുന്ന് നേതാജിയിലെ താമസക്കാരനായ മനോഹരനാണ് മരിച്ചത്. തെന്മല സ്വദേശിയുടെ വീട് നിർമ്മാണത്തിനിടെയായിരുന്നു അപകടം. പത്തനംതിട്ട പെരുന്നാട്ടിൽ കടുവയിറങ്ങി ആടുകളെ പിടികൂടിയതിനു പിന്നാലെ സീതത്തോട് 6 മാസം പ്രായമുള്ള പുലിക്കുട്ടിയെ വനപാലകർ പിടികൂടി. കടുവയ്ക്ക് പിന്നാലെ പുലിക്കുട്ടി കൂടി ജനവാസ മേഖലയിൽ എത്തിയതോടെ മലയോര മേഖലയിലെ ജനങ്ങൾ ഭീതിയിലാണ്. പെരുന്നാട് ബഥനിയിൽ രാവിലെ കടുവയിറങ്ങി 2 ആട്ടിൻകുട്ടികളെ പിടികൂടിയതിന് പിന്നാലെയാണ് സീതത്തോട് കൊച്ചുകോയിക്കൽ 6 മാസം പ്രായമുള്ള പുലിക്കുട്ടിയെ വനപാലകർ പിടികൂടിയത്. രാവിലെയാണ് ജനവാസ മേഖലയിൽ അവശനിലയിൽ പുലിക്കുട്ടിയെ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി വലയുപയോഗിച്ചാണ് പുലിക്കുട്ടിയെ പിടികൂടിയത്. പുലിക്കുട്ടിക്ക് പരിക്കുള്ളതിനാൽ വിദഗ്ധ ചികിത്സ നൽകിയ ശേഷമായിരിക്കും കാട്ടിൽ തുറന്നുവിടുക. 1 മാസത്തിന് ശേഷം പെരുന്നാട്ടിൽ ഇന്ന് വീണ്ടും കടുവയിറങ്ങി 2 ആടുകളെ പിടികൂടി. പ്രദേശത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. കഴിഞ്ഞ മാസം കടുവയിറങ്ങി 2 പശുക്കളെ കൊന്ന രാജൻ എന്ന കർഷകന്റെ ആടുകളെയാണ് കടുവ പിടികൂടിയത്. പ്രദേശത്ത് വന്യമൃഗങ്ങൾ സ്ഥിരമായി ഇറങ്ങുന്നതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലത്ത് പന്നിപ്പടക്കം പൊട്ടി TTC വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കടക്കൽ സ്വദേശി രാജിക്കാണ് പരിക്കേറ്റത്. ഒരു കണ്ണിന്റെയും ഇടത് കൈയുടെയും പരിക്ക് അതീവ ഗുരുതരമാണ്. രാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വീടിന് സമീപം കിടന്ന വസ്തു കാട്ടുചേമ്പാണെന്ന ധാരണയിൽ അമ്മ എടുത്തു നോക്കുന്നത് കണ്ട രാജി വെട്ടുകത്തി ഉപയോഗിച്ച് മുറിക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിനിടയാക്കിയത്. സൗണ്ട് കേട്ടോണ്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഗ്യാസ് പൊട്ടുമ്പോലുള്ള സൗണ്ടായിരുന്നു. അപ്പോൾ ഓടി വന്നപ്പോഴത്തേക്ക് ഭയങ്കര പുകയും ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിരുന്നു വെടിമരുന്നിൻ്റെ. അപ്പോൾ അവിടെ ബാക്കിൽ ചെന്നപ്പോഴത്തേന് അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ കൊച്ചി മുഖത്തെല്ലാം ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഈ കൈയുടെ ഇവിടുന്ന് പത്തിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം പോയി. അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ഇട്ടുന്ന ഡ്രസ്സെല്ലാം കീറി എല്ലാം ചെയ്തായിരുന്നു. എറണാകുളം പെരുമ്പാവൂർ മേഘപ്പാലയിൽ കാട്ടാന ആക്രമണം. നടക്കാനിറങ്ങിയ 2 പേരെയാണ് ആന ആക്രമിച്ചത്. രാഘവൻ, എൽദോസ് എന്നിവർക്ക് നേരെയാണ് ആന പാഞ്ഞെടുത്തത്. മേഘപ്പാല ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുള്ള റോഡിലൂടെ നടക്കുമ്പോഴാണ് സംഭവം. പരിക്കുപറ്റിയ രാഘവനെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എൽദോസ് ആനയെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. വയനാട്ടിലെ വനാതിർത്തികളിൽ റെയിൽ ഫെൻസിംഗ് പ്രതിരോധം വ്യാപകമായി തകർന്നു. ഇതോടെ കൃഷിയിടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി. ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് ഉണ്ടായത്. റെയിൽ ഫെൻസിംഗ് തകർന്നതോടെ പൂതാടി ഗ്രാമപഞ്ചായത്തിലെ മൂടക്കുല്ലിയിലാണ് കാട്ടാന ശല്യം രൂക്ഷമായത്. പൂതാടി പഞ്ചായത്തിലെ വാഗേരി, മൂടക്കുല്ലി, കൂടല്ലൂർ, മണ്ണുണ്ടി,
കക്കടം പ്രദേശത്ത് കൃഷിയിടങ്ങളെല്ലാം ആനക്കൂട്ടം ചവിട്ടി മെതിച്ചു. 6 വളം ചെയ്ത വാഴയാണിത്. കാവിൽ കിടന്നതിൽ ഷെട്ടിൽ കിടക്കുമായിരുന്നു. ഷെട്ടിൽ കിടന്ന് പാന ചവിട്ടി കൊല്ലണ്ടായിരുന്നു. ഷെട്ടിൻ്റെ അടുത്ത് തന്നെ കപ്പ പറിച്ചിട്ടുണ്ട്. നമ്മൾ കാണിച്ചു തരാം അത്. എത്ര 1000 വാഴത്തോളം അത്. ഇപ്പോൾ ഒരു 10-2000 വാഴ ചെയ്യേണ്ട സ്ഥലങ്ങളും ഇവിടെ എല്ലാം ഉണ്ട്. ആൾക്കാരുടെ കൃഷികൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളൊക്കെ തന്നെ ഈ കൃഷി നടത്തുന്നത് പലിശയ്ക്ക് വാങ്ങിയിട്ടും അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും വീട്ടിലുള്ള സ്വർണ്ണങ്ങൾ പണയം വെച്ചിട്ടൊക്കെയാണ്. ഞങ്ങൾ റെയിൽ ഫെൻസിങ് വന്ന വളരെ പ്രതീക്ഷയോട് കൂടിയാണ് കൃഷി ചെയ്തത്. പക്ഷേ ഈ റെയിൽ ഫെൻസിങ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളവർ നന്നാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ വന്നിട്ടുള്ള അപാകത പരിഹരിക്കാനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ല. കാട്ടാനശല്യത്തിൽ പ്രതിഷേധിച്ച് മാസങ്ങൾക്ക് മുൻപ് കർഷകർ DFO ഓഫീസ് ഉപരോധിച്ചിരുന്നു. ഫെൻസിംഗ് പുനഃസ്ഥാപിക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. വിഷയത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെടാത്തതിലും കർഷകർ അമർഷത്തിലാണ്. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം ആക്കുളം വെൺപാലവട്ടം മേൽപ്പാലത്തിൽ നിർത്തിയിട്ടിരുന്ന ക്രെയിനിന് പുറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. വള്ളക്കടവ് സ്വദേശി രാകേഷ് രാജാണ് മരിച്ചത്. രാകേഷ് ഓടിച്ചിരുന്ന ബൈക്ക് നിർത്തിയിട്ടിരുന്ന ക്രെയിനിന് പുറകിൽ ഇടിച്ച് തെറിച്ച് സമീപത്തെ പാലത്തിന് താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ വാഹനാപകടം. കിഴക്കേ തെരുവിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ഓട്ടോയിൽ സഞ്ചരിച്ച കുന്നിക്കോട് സ്വദേശികൾക്കാണ് പരിക്ക്. ഗുരുതര പരിക്കുള്ള ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പുനലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോയും എതിർദിശയിൽ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മാമത്ത് നിർത്തിയിട്ടിരുന്ന KSRTC ബസ്സിലേക്ക് കാർ ഇടിച്ചു കയറിയ അപകടം. ഇന്ന് രാവിലെ 6:45ഓടെയാണ് അപകടം. തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്ന KSRTC മാമം ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ കയറ്റാൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ബസ്സിലേക്ക് കയറാൻ നിന്ന 2 പേരെ ഇടിച്ച ശേഷം കാർ ബസിന്റെ പുറകിൽ ഇടിച്ചു കയറി. പരിക്കേറ്റ 2 പേരെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാറിൽ ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ആറ്റിങ്ങൽ ഫയർഫോഴ്സ് എത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് കാർ ഡ്രൈവറെ പുറത്തെടുത്തത്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. തിരുവനന്തപുരത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. വർക്കല സ്വദേശി നിജാസ് ആണ് മരിച്ചത്. പുലർച്ചെ 12:50 ബൈപ്പാസ് റോഡിൽ വേളാവൂർ ജംഗ്ഷന് സമീപത്തായിരുന്നു അപകടം. വെഞ്ഞാറമൂട് ഭാഗത്തുനിന്ന് പോത്തൻകോട്ടയ്ക്ക് വന്ന ബൈക്കും എതിർദിശയിൽ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ നിജാസ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കേബിൾ തൊഴിലാളിയാണ് നിജാസ്. പത്തനംതിട്ടയിൽ പനി മരണങ്ങൾ തുടരുമ്പോഴും മലയോര മേഖലയിൽ ഡെങ്കിപ്പനിയുടെയും പകർച്ചപ്പനിയുടെയും ആശങ്ക തുടരുന്നു. ജില്ലയിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. ജൂൺ മാസം മാത്രം 6 പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് മരിച്ചത്. ഇതിൽ എലിപ്പനി, ഡെങ്കിപ്പനി, H1N1 എന്നീ പനി ബാധിച്ചും ഒരു കുട്ടി പകർച്ചപ്പനി ബാധിച്ചുമാണ് മരിച്ചത്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ് രോഗികൾ ഏറെയുള്ളത്. തണ്ണിത്തോട്, സീതത്തോട്, ചിറ്റാർ പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനിയുള്ളത്. കോന്നി, പത്തനംതിട്ട നഗരപ്രദേശങ്ങളിലും പനി ബാധിതരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. രോഗബാധിത മേഖലകളിൽ ജാഗ്രതയും പ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ടെങ്കിലും ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവില്ല. പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും ജില്ലാ താലൂക്ക് ആശുപത്രികളിലും പനി ചികിത്സയ്ക്കായി എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ട്. എലിപ്പനി തടയാൻ പ്രതിരോധ മരുന്നുകൾ ആരോഗ്യ പ്രവർത്തകർ നൽകുന്നുണ്ട്. ഡെങ്കിപ്പനി തടയുന്നതിന് കൊതുക് നശീകരണവും ഫോഗിങ്ങും ശക്തമാക്കി. എന്നാൽ മഴ ശക്തമായതോടെ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. ആശങ്ക വേണ്ട, ജാഗ്രത മതിയെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ജില്ലയിൽ പനി ബാധിച്ചുള്ള മരണങ്ങൾ ആശങ്കയായി ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കിയിൽ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കി. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പന്നിയും പന്നി ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകുന്നത് താൽക്കാലികമായി നിരോധിച്ചു. ചെക്ക് പോസ്റ്റുകളിൽ കേരളവും പരിശോധന ശക്തമാക്കി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കോ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോ പന്നിയോ പന്നി ഉൽപ്പന്നങ്ങളോ കൊണ്ടുപോകുന്നത് ഇരു സംസ്ഥാനങ്ങളും നിരോധിച്ചിട്ടുണ്ട്. ശക്തമായ പരിശോധനകളാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. ചെക്ക് പോസ്റ്റുകളിൽ തമിഴ്നാട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കേരള ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ പുരോഗമിക്കുന്നത്. കമ്പംമെട്ട്, ബോഡിമെട്ട് ചെക്ക് പോസ്റ്റുകളിലാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ മുഴുവൻ സമയ പരിശോധന നടക്കുന്നത്. ജൂലൈ 15 വരെയാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് ചെക്ക് പോസ്റ്റുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പന്നികളെയോ പന്നിയിറച്ചിയോ കൊണ്ടുവരാൻ അനുവദിക്കില്ല. പോലീസ്, ഫോറസ്റ്റ്, സെയിൽ ടാക്സ്, എക്സൈസ്, തമിഴ്നാട് പോലീസ്, ഫോറസ്റ്റ് ഇവരുടെ എല്ലാം സഹായം നമുക്ക് ഈ ഒരു കാര്യത്തിൽ കിട്ടുന്നുണ്ട്.
പൂർണ്ണമായും ഇപ്പോൾ പന്നിയുടെ നിരോധനം നമ്മൾ നടത്തിയിരിക്കുകയാണ്. കേരളത്തിനകത്തോട്ടോ പുറത്തോട്ടോ ഇപ്പോൾ ഒരു പന്നി ഉൽപ്പന്നങ്ങളോ ഇപ്പോൾ പോകുന്നില്ല. അതേസമയം ജില്ലയിലെ എല്ലാ പന്നി ഫാമുകളിലും നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. ഫാമുകൾ അണുവിമുക്തമാക്കാനും നിർദ്ദേശം നൽകി. രോഗലക്ഷണം ശ്രദ്ധയിൽപ്പെടുകയോ പന്നികൾ ചാവുകയോ ചെയ്താൽ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് 18 ഇടുക്കി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ആലപ്പുഴ പുന്നപ്ര അംബേദ്കർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 13ഓളം വിദ്യാർത്ഥികൾക്കാണ് വയറുവേദനയും ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടത്. ഇവരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയം മുണ്ടക്കയത്ത് സഹോദരങ്ങൾ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ടു. മുണ്ടക്കയം വരിക്കാനി സ്വദേശി രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇയാളുടെ ജ്യേഷ്ഠൻ അജിത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം തിരൂരങ്ങാടി കുണ്ടൂരിൽ തെരുവുനായ പേടി. കുട്ടികൾക്ക് നേരെ തെരുവുനായ്ക്കൾ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 4 നായ്ക്കളാണ് ആക്രമിക്കാൻ പാഞ്ഞെടുത്തത്. ഒരു കുട്ടി ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയതോടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. തെങ്കാശിയിൽ മഞ്ഞ വിസ്മയത്തിന്റെ നാളുകളായി. അതിർത്തി ഗ്രാമങ്ങളിലെ സൂര്യകാന്തി പാടങ്ങളിൽ പൂവിട്ടു തുടങ്ങി. ഇതോടെ സഞ്ചാരികളുടെ തിരക്കാണ് തെങ്കാശിയിൽ. കൊല്ലത്തിന്റെ കിഴക്കേ അതിരിലെ മലനിരകൾ കടന്നാൽ തെങ്കാശി പട്ടണമായി. സൂര്യകാന്തിക്കാലമായതോടെ തെങ്കാശിയിൽ ഉൾഗ്രാമങ്ങൾ മഞ്ഞ വസന്തത്തിന്റെ കാഴ്ചകളിലാണ്. സുന്ദരപാണ്ഡ്യപുരം, അകരക്കോട്ട, സുരണ്ടൈ, ആയക്കുടി, വള്ളിയൂർപേട്ട ഗ്രാമങ്ങളിലെല്ലാം സൂര്യകാന്തി പാടങ്ങൾ പൂവിട്ടു. പൂക്കൾ പൂർണ്ണമായി വിരിയാൻ 1 മാസമെടുക്കും. സൂര്യകാന്തിക്കാലമായത് അറിഞ്ഞും കേട്ടും സഞ്ചാരികളും ഇവിടേക്ക് എത്തിത്തുടങ്ങി. നട്ട് 4-ാം മാസം വിളവെടുപ്പ്. അതാണ് സൂര്യകാന്തിയുടെ കൃഷിരീതി. ഇക്കുറി കാലാവസ്ഥയും അനുകൂലമായി. അതുകൊണ്ട് വലിയ കൃഷിനാശവുമില്ല. ഇക്കുറി നല്ല വരുമാനം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കേരളത്തിൽ നിന്നുള്ളവരാണ് തെങ്കാശിയിലെ സൂര്യകാന്തി വസന്തം കാണാൻ കൂടുതലായി എത്തുന്നത്. ഇക്കുറി കുറച്ച് ജാഗ്രതയിലുമാണ് കർഷകരും പാടം സൂക്ഷിപ്പുകാരും. കഴിഞ്ഞ തവണ കാഴ്ച കാണാനെത്തിയവർ പൂക്കൾ പറിക്കുകയും ചെടികൾ നശിപ്പിക്കുകയും ചെയ്തത് പല കർഷകർക്കും നഷ്ടമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് പാടത്തിറങ്ങി പൂക്കളുടെ നടുവിലൂടെ നടക്കാൻ ഇക്കുറി സാധിക്കില്ല. ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണമുണ്ട്. ന്യൂസ് 18 തെങ്കാശി. ഇടുക്കി ഉപ്പുതറയിൽ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്ന മൊബൈൽ ടവർ ജീവന് ഭീഷണിയായതായി നാട്ടുകാർ. ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്ന BSNL ടവറാണ് കാലപ്പഴക്കം മൂലം അപകട ഭീഷണി ഉയർത്തുന്നത്. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ടവർ പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഉപ്പുതറയിൽ വർഷങ്ങൾക്ക് മുമ്പ് BSNL സ്ഥാപിച്ച മൊബൈൽ ടവർ ഇപ്പോൾ നാട്ടുകാർക്ക് ഭീഷണിയായിരിക്കുകയാണ്. ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന മൊബൈൽ ടവർ കാലപ്പഴക്കം മൂലം തുരുമ്പെടുത്ത് ബലക്ഷയമുണ്ടായത് കാരണം ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ടവർ പൊളിച്ചു മാറ്റണമെന്ന് ബാങ്ക് അധികൃതർ നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും BSNL അധികൃതർ നടപടിയെടുത്തില്ലെന്നാണ് പരാതി. നിർദ്ദിഷ്ട ടവർ ബാങ്കിന് ഭീഷണിയാണെന്നുള്ളതിനെ കാണിച്ചുകൊണ്ട് ടെലികോം ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി നൽകുകയും അവർ അത് ഒന്ന് പരിശോധിക്കുകയും ചെയ്തതിനു ശേഷവും ഈ കെട്ടിടത്തിന്റെ ബുദ്ധിമുട്ടുകളും കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും അതെല്ലാം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് മാറ്റുന്നതിനുള്ളൊരു നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. 20 വർഷത്തെ പഴക്കമുണ്ട് ഈ ടവറിന്. കെട്ടിടത്തിനും അതുപോലെ തന്നെ പഴക്കമുള്ളതാണ്. കാറ്റൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേനും ടവർ കിടന്നുകൊണ്ട് ആടുന്നുണ്ട്. ഇതിൻ്റെ കീഴെ ഒരു സ്ഥാപനമായിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ പേടിച്ചാണ് ഇരിക്കുന്നത്.
20 വർഷം മുമ്പാണ് ഉപ്പുതറ സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടത്തിന് മുകളിൽ BSNL ടവർ സ്ഥാപിച്ചത്. പിന്നീട് ഇതുവരെ യാതൊരു അറ്റകുറ്റപ്പണിയും നടത്തിയിട്ടില്ല. കാറ്റടിച്ചാൽ ആടിയുലയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ടവർ. സമീപത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. കൂടാതെ എപ്പോഴും പൊതുജനങ്ങൾ എത്തുന്ന പ്രദേശവുമാണ്. അപകട ഭീഷണി ഉയർത്തുന്ന ടവർ പൊളിച്ചുമാറ്റി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് വടകര റെയിൽവേ സ്റ്റേഷനിലെ കുളം സ്റ്റേഷൻ ആവശ്യത്തിന് ഉപയോഗയോഗ്യമാക്കണമെന്ന ആവശ്യമുയരുന്നു. സ്റ്റേഷൻ ആവശ്യത്തിന് പലപ്പോഴും ജലക്ഷാമം നേരിടുമ്പോൾ സമൃദ്ധമായ ജലസ്രോതസ് ഉപയോഗിക്കണമെന്നാണ് സ്റ്റേഷൻ സൗന്ദര്യവൽക്കരണ കൂട്ടായ്മ പ്രവർത്തകരും നാട്ടുകാരും പറയുന്നത്. സൗന്ദര്യവൽക്കരിച്ചെങ്കിലും പ്രയോജനപ്രദമാവുന്ന വിധത്തിലാകാൻ അധികൃതരോട് കൂട്ടായ്മ ആവശ്യപ്പെടുകയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച 100 വർഷത്തിലധികം പഴക്കമുള്ളതാണ് വടകര റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള ഈ കുളം. 30 അടി വീതിയും 10 അടി താഴ്ചയുമുള്ള ഈ കുളത്തിൽ വേനൽക്കാലത്ത് പോലും സമൃദ്ധമായ വെള്ളമുണ്ടാകാറുണ്ട്. റെയിൽവേ കുളം 25 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചിരുന്നു. എന്നാൽ ഇതിലെ മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ULCC സഹായത്തോടെ മാലിന്യം നീക്കം ചെയ്തു. ഇതോടെ കുടിവെള്ളത്തിന് പോലും ഉപയോഗിക്കാവുന്ന നിലയിലായി. ഇത് പ്രയോജനപ്പെടുത്തണമെന്നാണ് റെയിൽവേ സൗന്ദര്യവൽക്കരണ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ ആവശ്യം ഈ കുളത്തിലുള്ള ജലം ഇവിടുത്തെ യാത്രക്കാർക്ക് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അവസാനിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. ഇപ്പോൾ സ്റ്റേഷനിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് ടാങ്കറിലാണ് വെള്ളമെത്തിക്കുന്നത്. ഇതിന് വലിയൊരു തുക ചെലവാകുന്നുമുണ്ട്. വേനലിൽ പരിസരവാസികൾക്ക് പോലും പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിലെ വെള്ളം. ന്യൂസ് 18 വടകര. മൂന്നാർ സൂര്യനെല്ലിയിൽ മാലിന്യ പ്രശ്നം രൂക്ഷം. വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും അധികാരികൾ നിസ്സംഗത തുടരുന്നുവെന്നാണ് പരാതി. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും എത്തുന്ന മേഖലയാണ് സൂര്യനെല്ലി. ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ നാളുകളായി മാലിന്യ നീക്കം നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഹരിതകർമ്മസേന ശേഖരിക്കുമെന്ന ഉറപ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന മാലിന്യം പല മേഖലകളിലും ഉപേക്ഷിച്ച നിലയിൽ കാണപ്പെടുന്നു. ഈ സൂര്യനെല്ലി ഭാഗത്ത് പറഞ്ഞ മൊത്തം ഗസ്റ്റുകൾ വന്ന സ്ഥലമാണ്. മൊത്തം വേസ്റ്റ് കുപ്പികളും കേനുകളും പ്ലാസ്റ്റിക്കുകളാണ് കിടക്കുന്നത്. ഇത് എടുത്ത് ഇന്ന് മാത്രം ഇത് എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. 1 മാസം കൊണ്ട് വേസ്റ്റ് എടുത്തിട്ടില്ല. വണ്ടി എടുത്തിട്ട് ചുമ്മാ വേസ്റ്റാണ് കിടക്കുക. ആ ഡ്രൈവറിന് ശമ്പളവും പഞ്ചായത്തിൽ നിന്ന് വെറുതെ കൊടുക്കുക. അവർ വെച്ചിട്ട് ഒരു പണി എടുക്കുന്നില്ല. സ്വീപ്പർമാർ കുറേ പേര് ഉണ്ട്. അവർ എന്തായാലും വേസ്റ്റ് എടുക്കാൻ ഇറങ്ങുന്നില്ല. ചിന്നക്കനാൽ പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിനായി കൃത്യമായ പദ്ധതികളില്ല. മേഖലയിൽ ഏക്കർ കണക്കിന് റവന്യൂ ഭൂമിയുണ്ടെങ്കിലും അത് പ്രയോജനപ്പെടുത്തി മാലിന്യ സംസ്കരണം നടപ്പിലാക്കുന്നില്ല. മേഖലയിലെ വന്യമൃഗങ്ങൾക്കും ദോഷകരമായ രീതിയിലാണ് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ന്യൂസ് 18 മൂന്നാർ. എറണാകുളത്തെ തീരദേശ മേഖലയായ ചെല്ലാനം ഇന്ന് കടൽഭിത്തിയുടെ സുരക്ഷിതത്വത്തിലാണ്. എന്നാൽ മുൻ വർഷങ്ങളിലെ കടൽക്ഷോഭത്തിൽ തകർന്ന വീടുകളിൽ കഴിയുന്നവർ ഇപ്പോഴുമുണ്ട്. പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും അയൽ വീടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് പലർക്കും. ചെല്ലാനം വെളിയിൽ ജോസഫിന്റെ 5 മുറികളുണ്ടായിരുന്ന വീടിന്റെ അവസ്ഥയാണിത്. കടൽഭിത്തിയില്ലാതിരുന്ന കാലത്തെ വർഷകാല വേലിയേറ്റങ്ങളിൽ വീട് തകർക്കപ്പെട്ടു. ഒറ്റമുറി വീടിന്റെ മേൽക്കൂരയിലും ഭിത്തിയിലും പലയിടത്തുമായി വിള്ളലുകൾ. കോൺക്രീറ്റിന് പുറത്തേക്ക് ചാടി നിൽക്കുന്ന ദ്രവിച്ച കമ്പികൾ. ശക്തമായി വീശിയടിക്കുന്ന കാറ്റോ കടൽഭിത്തി കടന്നെത്തുന്ന തിരമാലയോ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കും. ഇതൊരു മുറി ദൈവം തന്നതും ഇവിടെ നിന്ന് താമസിക്കാനായിരിക്കാം. ബാക്കി 5 മുറി ബാത്റൂമും എല്ലാം പോയി. ഇവിടെ പാത്രങ്ങൾ, ഉടുപ്പുകൾ, ഒരു സാധനവും കിട്ടില്ല. രണ്ടാമത് മേടിച്ചാണല്ലോ ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളത് എല്ലാ സാധനവും. ഒന്നും ഞങ്ങൾക്ക് ഒരു കരക്കയിൽ പോലും കിട്ടിയില്ല. അത്രയും ദയനീയ അവസ്ഥയായിരുന്നു. അത് നമ്മൾ ആരും നോക്കാനില്ല. വീടിനോട് ചേർന്നുള്ള ചെറിയ ചായ്പ് അടുക്കളയാക്കി മാറ്റി. ഹൃദ്രോഗികളാണ് ജോസഫും ഭാര്യ റാണിയും. തകർന്ന വീടിന് നഷ്ടപരിഹാരം ലഭിച്ചെങ്കിലും അത് പുനർനിർമ്മാണത്തിന് ഉതകുന്നതായിരുന്നില്ല. വീടിന് പലയിടത്തായി അപേക്ഷ നൽകിയെങ്കിലും അതും എങ്ങും എത്തിയില്ല. ശുചിമുറിയെങ്കിലും ഉണ്ടാക്കാനുള്ള ശ്രമമാണിപ്പോൾ. ഈ കക്കൂസ വേണമല്ല. കക്കൂസയില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ മനുഷ്യന്. കക്കൂസ വേണം. കക്കൂസ വേണ്ടക്ക് വേണ്ടി പണി വല്ലതും ചെയ്തു. ഒറ്റ കാശ് കടത്തിൽ നിൽക്കണിപ്പം. എങ്കിലും കളിമുറി നമുക്ക് ആവശ്യമാണ്. 2 പെൺമക്കളെയും വിവാഹം ചെയ്തയച്ചു. കഴിയുന്ന സഹായവുമായി അവരുടെ കുടുംബം ഒപ്പമുള്ളതാണ് ഇപ്പോഴത്തെ ഏക ആശ്വാസം. ന്യൂസ് 18 കൊച്ചി.
കണ്ണൂർ പയ്യന്നൂർ കപ്പാട്ടുകഴകം പെരിങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനമൊരുക്കാനുള്ള നെൽകൃഷി ആരംഭിച്ചു. പരമാവധി ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനം. പെരിങ്കളിയാട്ടത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിനാവശ്യമായി വരുന്ന കാർഷിക വിഭവങ്ങൾ വിഷരഹിതവും ജൈവരീതിയിലും ഉൽപ്പാദിപ്പിക്കുമെന്നാണ് കഴകത്തിന്റെ തീരുമാനം. തൃക്കരിപ്പൂർ പ്രാദേശിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലിച്ചാരത്തെ 1.5 ഏക്കർ പാടശേഖരത്തിലാണ് കൃഷി. ഉമ നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത്. അന്നദാനത്തിലുള്ള ജൈവ പച്ചക്കറികളുടെ ഉൽപ്പാദന ചുമതല വിവിധ പ്രാദേശിക കമ്മിറ്റികൾക്കാണ്. ഞാറുനടിയിൽ തലിച്ചാലം പാടത്ത് എം രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ ഭാഗമായി ഭക്തജനങ്ങൾക്ക് അന്നമൂട്ടുന്നതിനായി നെല്ലുൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഒരു കൃഷി ആണ് ഇവിടെ ആരംഭിക്കുന്നത്. പച്ചക്കറിയും നെല്ലും കൃഷി ചെയ്ത് ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും മറ്റ് മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തത്തോടെയാണ് ഈ സദുദ്യമത്തിന് നേതൃത്വം നൽകുന്നത്. തെക്കടവൻ നാരായണൻ മണിയാണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M മനു, വാർഡ് മെമ്പർ KNV ഭാർഗവി, കൃഷി ഓഫീസർ രജിന, കാപ്പാട്ടുകഴകം പ്രസിഡന്റ് രാമചന്ദ്ര പണിക്കർ, കണ്ണമംഗലം കഴകം പ്രസിഡന്റ് T നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 പയ്യന്നൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.